ഫൈനലി ഇന്ത്യയിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനി അവരുടെ IPO ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ SBI ഫണ്ട്സ് മാനേജ്മെന്റ് IPO 14 ജൂലൈ മുതൽ 16 ജൂലൈ വരെ ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഈ IPO കംപ്ലീറ്റ്ലി ഓഫർ ഫോർ സെയിൽ ആയിരിക്കും. ടോട്ടൽ ഇഷ്യൂ സൈസ് 11,693 കോടിയാണ്. പ്രൈസ് ബാങ്ക് 545 മുതൽ 574 രൂപ വരെ. ലോട്ട് സൈസ് 26 ഷെയർസ് ആണ്. 2026 മാർച്ച് വരെയുള്ള ഡേറ്റ് പ്രകാരം മ്യൂച്വൽ ഫണ്ട് ക്വാർട്ടർലി ആവറേജ് അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് ബേസിൽ SBI ഫണ്ട്സ് മാനേജ്മെന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. 15.3% മാർക്കറ്റ് ഷെയറോടെ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ മാത്രമല്ല, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസിലും അഡ്വൈസറി ബിസിനസ്സിലും SBI ഫണ്ട്സ് മാനേജ്മെന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലെയർ ആണ്. 39.7% മാർക്കറ്റ് ഷെയറോടെ. എന്നാൽ കമ്പനിയുടെ റവന്യൂവിൽ 96.5% മാനേജ്മെന്റ് ഫീസിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡൗൺ ടേൺസും ഇൻവെസ്റ്റർ റിഡംഷനിലേക്കും ഡയറക്ട്ലി എക്സ്പോസ്ഡ് ആണ്. ഇപ്പം AUM എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് പ്രോഫിറ്റബിലിറ്റിയിൽ പെട്ടെന്ന് തന്നെ റിഫ്ലക്ട് ചെയ്യും. ഇനിയിപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, കമ്പനി SBI ബ്രാൻഡ് ഓണർ അല്ല. SBI ബാങ്ക് നൽകുന്ന ട്രേഡ് മാർക്ക് ലൈസൻസ് വഴിയാണ് ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനി ഒരു എക്സ്റ്റേണൽ ഡിപെൻഡൻസിയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ SBI IPO പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാം. സോ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഈ ഒരു IPOക്ക് അപ്ലൈ ചെയ്യോ, അത് നിങ്ങൾ ഒഴിവാക്കോ? താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാം.